നമസ്കാരം. മുൻ BJP നേതാവും ഇപ്പോൾ വി ദ ലീഡർ എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനുമായ കെ അണ്ണാമലൈ നീറ്റ് സമരവുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം. വളരെ പ്രസക്തമായൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഈ വീഡിയോടൊപ്പം പങ്കുവയ്ക്കാം. പ്രേക്ഷകരൊന്ന് കാണുക. എന്നിട്ട് രത്ന ചുരുക്കം നമുക്കൊന്ന് വിശകലനം ചെയ്യാം. സ്ക്രീൻഷോട്ട് കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്, ഭാരതത്തിൽ വിദ്യാർത്ഥികളും യുവാക്കളും ഭാരതത്തിൻ്റെ ഭാവിയാണ്. അവരെ സംബന്ധിച്ച് ഈ നീറ്റ് UGC എക്സാമിൻ്റെ ചോദ്യപേപ്പറുകൾ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ 3 തവണ ചോർന്നു. അത് വളരെ ആശങ്കാജനകമായൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെ സംബന്ധിച്ച് സർക്കാർ നടപടികൾ ക്രിയാത്മകമായി കൈക്കൊള്ളണം. തന്നെയുമല്ല, ഇപ്പോൾ നടക്കുന്ന ഈ പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥികളുമായി ഒരു ചർച്ച നടത്തുന്നതിൽ BJP സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സമയം ഒരൽപ്പം വൈകിയിരുന്നു. നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അതോടൊപ്പം അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യം, ഈ സമരം ചെയ്യുന്ന, പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. അവരുടെ സമരത്തിനിടയിലേക്ക് രാജ്യവിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറി ആ സമരത്തെ ഹൈജാക്ക് ചെയ്ത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സ്ഥിരതയ്ക്കുമെതിരെ ഉപയോഗിക്കാതിരിക്കുവാനുള്ള ഉത്തരവാദിത്വം അവർ കാണിക്കണം. അണ്ണാമലയുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ, ഇതാണ് ആ പോസ്റ്റിൻ്റെ രത്ന ചുരുക്കം. അണ്ണാമലയുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയവും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെ കൃത്യമാണ്. അദ്ദേഹം ഇപ്പോഴും നീറ്റ് എന്ന പരീക്ഷയെ, ആ സംവിധാനത്തെ പൂർണ്ണമായും അനുകൂലിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നീറ്റ് പരീക്ഷയ്ക്കെതിരെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും അണ്ണാമലയുടെ അഭിപ്രായം വളരെ ഉറച്ചതായിരുന്നു. കേന്ദ്രീകൃതമായൊരു പരീക്ഷാ സംവിധാനം എന്നുള്ളത് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണ്. അത് മുന്നോട്ട് തന്നെ പോകണമെന്നുള്ളൊരു അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം. ആ അഭിപ്രായത്തിൽ തന്നെ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം, രാജ്യവിരുദ്ധ ശക്തികൾ ഈ പ്രക്ഷോഭത്തിൻ്റെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കുവാനുള്ള ഉത്തരവാദിത്വം വിദ്യാർത്ഥികൾക്കാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അദ്ദേഹം പാറ്റകളെ അല്ല അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത്, വിദ്യാർത്ഥികളെയാണ്. തത്വമൈ ന്യൂസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രേക്ഷകരുടെ മുമ്പിൽ ഈ പാറ്റ സമരത്തെ സംബന്ധിച്ചുള്ള വാർത്തകളും വിശകലനങ്ങളും അവതരിപ്പിക്കുമ്പോൾ എടുത്തു പറഞ്ഞിരുന്നൊരു കാര്യം, പാറ്റകൾ വിദ്യാർത്ഥികളല്ല, വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുമല്ല. അതിലേക്ക്, ഈ സമരാഭാസത്തിലേക്ക് ഈ കഴിഞ്ഞ ദിവസം മാത്രം രംഗപ്രവേശം ചെയ്ത കോൺഗ്രസ്സുകാരും വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരല്ല. വിദ്യാർത്ഥികൾ, യഥാർത്ഥ വിദ്യാർത്ഥികൾ തെരുവിൽ പ്രക്ഷോഭം നടത്തുന്നതുമില്ല. പക്ഷേ അവരുടെ മനസ്സിലുള്ള ആശങ്കകൾ യാഥാർത്ഥ്യമാണ്. അതിന് മാറ്റമൊന്നുമില്ല. അതിനെ നിഷേധിക്കുവാനും സാധിക്കില്ല. കാരണം ഇത്രയും വലിയൊരു പരീക്ഷ, അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിവിഗതികളെ നിശ്ചയിക്കുന്ന തരത്തിൽ വളരെ ഗൗരവമേറിയൊരു പരീക്ഷ, ഒരു 1-2 വർഷങ്ങൾ നീണ്ട കഠിന പ്രയത്നത്തിലൂടെ തയ്യാറെടുത്ത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ, അവരെ സംബന്ധിച്ച് ആ പരീക്ഷയിൽ എന്തെങ്കിലും ഒരു ക്രമക്കേടോ പാളിച്ചയോ സംഭവിച്ചാൽ അത് വലിയ മനോവിഷമമുണ്ടാക്കും, വലിയ ആശങ്കകൾക്ക് വഴിതെളിക്കും. അത്തരത്തിലുള്ള ആശങ്കകൾ കേന്ദ്ര സർക്കാർ തീർച്ചയായും അഭിസംബോധന ചെയ്യുക തന്നെ വേണം. അത് അണ്ണാമലൈ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്കൊരു ചെറിയ വിയോജിപ്പുള്ളത്, അത്തരത്തിലുള്ള ആശങ്കകളെക്കുറിച്ചുള്ള പരിഹാര നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ചർച്ചകൾ, ഔദ്യോഗിക പ്രതിനിധികളുമായിട്ടുള്ള ഒരു ചർച്ചകൾ കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും നേരത്തെ തന്നെ തുടങ്ങിയിരുന്നില്ല. പക്ഷേ ആരാണ് വിദ്യാർത്ഥികളുടെ ഔദ്യോഗിക പ്രതിനിധികൾ? ആ ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. അഭിജിത്ത് ദീപ്കെ എന്ന പാറ്റകളുടെ ഇപ്പോഴത്തെ നേതാവാണോ വിദ്യാർത്ഥികളുടെ പ്രതിനിധി? അല്ല. കാരണം വിദ്യാർത്ഥി എന്നുള്ളത് ഈ നീറ്റ് പരീക്ഷാ സംബന്ധിയായ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വിദ്യാർത്ഥി ആയിരിക്കണം അതിൻ്റെ നേതാവ്. അത്തരത്തിൽ ഒരു വിദ്യാർത്ഥിയും തെരുവിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങിയിട്ടില്ല. പാൻഷുൽ ബൻസാൽ എന്ന നീറ്റിലെ 2ാം റാങ്കുകാരൻ്റെ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയൊരു വിശകലനം ഞാൻ തന്നെ ചെയ്തിരുന്നു മുൻപ്. പ്രേക്ഷകരതൊന്ന് കാണുക. നീറ്റിൽ പങ്കെടുത്ത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എല്ലാവരും പറയുന്നത് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നത് അല്പം മനോവിഷമം ഉണ്ടാക്കി, എന്നാലും ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത് നിർത്തിയില്ല. ആ വഴിയിലൂടെ ഞങ്ങൾ ഉന്നതമായ വിജയം കരസ്ഥമാക്കി. ഒപ്പം തന്നെ നീറ്റ് പുനഃപരീക്ഷ നടത്തിയത് നന്നായി. കള്ളത്തരത്തിലൂടെ മാർക്ക് വാങ്ങിയവർ ആ അവസരം നഷ്ടപ്പെടുകയും അവരുടെ കള്ളത്തരം പൊളിയുകയും ചെയ്തു എന്നുള്ള രീതിയിലാണ് അവർ പ്രതികരണങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളെ പൊതുവായി അഭിസംബോധന ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ ധർമ്മേന്ദ്ര പ്രധാന് തന്നെ നേരിട്ട് ചെയ്യാമായിരുന്നു. ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു, അണ്ണാമലയോട് പൂർണ്ണമായും യോജിക്കുന്നു. കാരണം വിദ്യാർത്ഥികളുടെ ആശങ്ക മാറ്റുവാനായിട്ട് പൊതുവായിട്ടുള്ളൊരു സന്ദേശം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്
അത്യാവശ്യമായിരുന്നു, അതുണ്ടായില്ല. അതൊരു പാളിച്ച തന്നെയാണ്. പക്ഷേ ഇപ്പോഴും ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു, ധർമ്മേന്ദ്ര പ്രധാന് ഈ വിഷയത്തിൽ ധാർമ്മികമായ ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. ആർ പിയുമായിട്ടുള്ള ഇന്നലത്തെ ചർച്ചയിൽ ആർ പി എടുത്തെടുത്ത് പറഞ്ഞതുപോലെ, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞതുപോലെ, യാതൊരു തരത്തിലുള്ള അഴിമതിയും നീറ്റ് പരീക്ഷാ സംബന്ധിയായി ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് UPA സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് 2G, OG, AG, സുനോജി ഒക്കെ അഴിമതികൾ, A to Z ആൽഫബറ്റിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അഴിമതികൾ, അല്ലെങ്കിൽ ആ ആൽഫബറ്റുകളിലെല്ലാം അക്ഷരങ്ങളെല്ലാം കൊണ്ട് വിശേഷിപ്പിക്കുന്ന അഴിമതികളെല്ലാം ചെയ്ത കോൺഗ്രസ് സർക്കാരിലെ ഒരു മന്ത്രി പോലും രാജിവെച്ചിട്ടില്ല. UPA സർക്കാരിലെ 10 വർഷങ്ങൾക്കിടയിൽ. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ പല തവണ രാജയെ പോലുള്ളവർ ജയിലിൽ പോകുന്നത് വരെയെങ്കിലും ആ സഖ്യകക്ഷികൾ പോലും രാജിവെക്കുന്ന ഒരു അവസരമുണ്ടായിട്ടില്ല. ചിദംബരത്തിൻ്റെയൊക്കെ പേരിലുണ്ടായിട്ടുള്ള ആരോപണങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന പല കേസുകളും അന്നേ ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ പേരിലും ആരും രാജിവെച്ചിട്ടില്ല. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരെപ്പോലെ ഒരു കളങ്കിതമായിട്ടുള്ള ഭൂതകാലമുള്ളൊരു വ്യക്തിയല്ല ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് മാത്രമല്ല, നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരും തന്നെ കളങ്കിതമായൊരു ഭൂതകാലമുള്ളതല്ല, അഴിമതിക്കാരല്ല. അവരുടെ കഴിവുകളിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം, നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം കഴിവുകളെ സംബന്ധിയായിട്ട്. പക്ഷേ ഒരു മന്ത്രിസഭയിലെ മന്ത്രി എന്നുള്ള തീരുമാനം അടിസ്ഥാനപരമായിട്ട് പ്രധാനമന്ത്രിയും മറ്റ് പ്രമുഖരും ചേർന്ന്, മന്ത്രിസഭയിലെ പ്രമുഖരും പാർട്ടിയും ചേർന്നെടുക്കുന്നതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ ഇത്രയും കാലം ആ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ കൊണ്ടുപോയിരിക്കുകയാണ്. നീറ്റിൽ പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നാരും പറയുന്നില്ല. അണ്ണാമലൈ പറഞ്ഞ ഈ ആശങ്കകൾ എന്ന ഭാഗത്തോട് പൂർണ്ണമായും ഞാൻ യോജിക്കുന്നു. പക്ഷേ ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്നത് പൊതുവായൊരു അഭിസംബോധനയിൽ കൂടെ മാത്രമേ സാധ്യമാകുകയുള്ളായിരുന്നു. അല്ലാതെ അണ്ണാമലൈ പറഞ്ഞ പോലെ ഇനിഷ്യേറ്റ് ഡയലോഗ്സ് വിത്ത് ദ സ്റ്റുഡൻറ്റ്, അത് പക്ഷേ നേരെ ചെന്ന് നിൽക്കുന്നത് ഈ പാറ്റകളുമായിട്ടാണ്. പാറ്റകളുമായിട്ട് ഒരു സംഭാഷണത്തിന് പോകാതിരുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ഇപ്പോഴുള്ള ഈ സംഭവങ്ങളുടെ വികാസം നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ തെളിയിക്കുന്നത്. കാരണം അടിസ്ഥാനപരമായിട്ട് നീറ്റ് പരീക്ഷ എന്നുള്ളത് പാറ്റകളുടെയോ കോൺഗ്രസിൻ്റെയോ ഒന്നും വിഷയമേ അല്ല. അടിസ്ഥാനപരമായി മോദി സർക്കാരിനെതിരെ ഒരു ആയുധമായി ഇതിനെ ഉപയോഗിക്കുക. ഏതെങ്കിലും തരത്തിൽ ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലുമൊക്കെ ഉണ്ടായതുപോലെ ജൻസി കലാപം സൃഷ്ടിക്കുക, നരേന്ദ്രമോദിയുടെ ഭരണം അവതാളത്തിലാക്കുക. ഏറ്റവും ചുരുങ്ങിയത് പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുവാനിരിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുവാനിരിക്കുന്ന പ്രധാനപ്പെട്ട ബില്ലുകളുടെ അവതരണം പരമാവധി തടസ്സപ്പെടുത്തുക. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് FCRA ബില്ലിനെ തടസ്സപ്പെടുത്തുക. കാരണം നിരവധി വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന ഏജൻസികൾക്ക് അല്ലെങ്കിൽ സംഘടനകൾക്ക്, ഏജൻസികളും സംഘടനകളും എന്ന് ഞാൻ പറഞ്ഞതിൽ പള്ളികളും ഉൾപ്പെടുന്നു, അവരെ ആരാധനാലയങ്ങളല്ല, ടാക്സ് വെട്ടിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളാണ് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അവർക്കെല്ലാം വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന FCRA ബില്ലിലെ പുതിയ ഭേദഗതികൾ തടസ്സപ്പെടുത്തുക. ഒപ്പം വഖഫ് ബോർഡിൻ്റെ ബില്ലുകൾ, പിന്നെ ഇവർ ഭയപ്പെടുന്ന 1 നേഷൻ 1 ഇലക്ഷൻ, രാജ്യം മൊത്തം ഒരു ഇലക്ഷൻ, നിയമസഭയിലായാലും ലോക്സഭയിലായാലും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ള ബില്ല്, ഡീലിമിറ്റേഷൻ ബില്ലുകൾ, വനിതാ സംവരണ ബില്ല്, ഇവയെല്ലാം തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ താമസിപ്പിക്കുക. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കോൺഗ്രസ് ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിലുള്ള ഭാരതത്തെ അസ്ഥിരപ്പെടുത്തുവാനാണ് അഭിജിത് ദിപ്കയും കൂട്ടരും ഫോർട്ട് ഫൗണ്ടേഷൻ്റെയോ മറ്റേതെങ്കിലും വിദേശ ശക്തികളുടെയോ സാമ്പത്തിക പിന്തുണയോടുകൂടി കളത്തിലിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വിദ്യാർത്ഥികളല്ല. അണ്ണാമലൈ പറഞ്ഞ ബാക്കി എല്ലാ കാര്യത്തിനോടും യോജിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അവരുമായി ചർച്ച നടത്തേണ്ട യാതൊരു ബാധ്യതയും കേന്ദ്ര സർക്കാരിനില്ല. അത്തരത്തിൽ ഇപ്പോൾ ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ തന്നെ ചില കാര്യങ്ങളിൽ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നത് തന്നെ രാജ്യ തലസ്ഥാനത്ത് ഒരു അരക്ഷിതാവസ്ഥ, ഒരു അരാജകത്വം നിറഞ്ഞൊരവസ്ഥ സൃഷ്ടിക്കാതിരിക്കുവാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ പരമാവധി ശാന്തിപൂർവമായി ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അല്ലാതെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല അവരുമായി ചർച്ച ചെയ്യേണ്ടത്. ചർച്ച ചെയ്യുന്നതും അതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്. എന്തായാലും അണ്ണാമലയുടെ പോസ്റ്റിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം BJP വിട്ടുവെങ്കിൽ പോലും ദേശസ്നേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി പോലും കുറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിലെല്ലാം അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ച് നീറ്റ് UGC പരീക്ഷകൾ രാജ്യത്തിൻ്റെ ഭാവിക്ക് അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. എന്നാലും ആ പോസ്റ്റിനെ സംബന്ധിച്ചൊരു വിശകലനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് തോന്നി. അതിൽ പ്രത്യേക ഉദ്ദേശമെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ
അറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.